സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലെ മേയർ ആരെന്നതിൽ അന്തിമ തീരുമാനമായില്ല. തിരുവനന്തപുരത്ത് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. ഉച്ചയോടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. തൃശൂർ കോർപ്പറേഷനിൽ 3 പേരുകൾ അടങ്ങിയ ലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സുനിഷ അയലൂരും മുബഷീർ പി അക്ബറും നൽകും വിശദാംശങ്ങൾ. ആദ്യം സുനിഷയിലേക്ക്. സുനിഷ, തിരുവനന്തപുരം മേയർ ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണോ? അത് തീരുമാനമായിട്ടുണ്ട്. പ്രഖ്യാപനം ഇന്ന് ഉച്ചയോടെ വരും. അതിൽ പിന്നീട് എന്തുണ്ടാവും എന്നുള്ളതാണ്. ആരെ തീരുമാനിച്ചാലും ഒരു പ്രഖ്യാപനം ഉച്ചയോടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണല്ലേ പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, ഹരിപ്രിയ, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആരായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ എന്ന ചോദ്യം ഒരുപാട് നാളായി ഉയരുന്നു. ചില പേരുകൾ ഉയർന്നു വന്നെങ്കിലും അതിലൊന്നും ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ബിജെപി മുന്നോട്ട് വെച്ചിരുന്നത് ആ ശ്രീലേഖയുടെ പേരാണെങ്കിൽ RSSന് മുൻതൂക്കം അത് BV രാജേഷിന്റെ പേരിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു സമവായത്തിലെത്താൻ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി അടക്കം കണ്ണൂരിൽ ചേർന്നിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യോഗത്തിലെങ്കിലും ഈ മേയർ ആയി ഒരു സമവായത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സമവായത്തിൽ എത്തുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ശ്രീലേഖയെ തന്നെയാണ് മുൻതൂക്കം നൽകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി ഒരു സ്ത്രീ സംവരണമാണ്. അതുകൊണ്ട് തന്നെ 2 പേരും സ്ത്രീകളാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നാരീശക്തി അടക്കമുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്ന, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ സാഹചര്യം മാറുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശ്രീലേഖയെ തന്നെ മേയറാക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സംസ്ഥാന നേതൃത്വം, ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ BV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, ഡെപ്യൂട്ടി മേയറായി ഒരു വനിത കൂടി വരുന്നത് കൊണ്ട് എന്നുള്ളതാണ് RSS മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതിലൊരു തീരുമാനത്തിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് കൃത്യമായി ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം നടത്തുക. പക്ഷേ അത്തരത്തിലൊരു സമവായത്തിൽ എത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്നും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റന്നാളാണ് മേയറുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയം വരെ ഒരുപക്ഷെ സസ്പെൻസ് നീട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആരായിരിക്കും, ശ്രീലേഖയാണോ BV രാജേഷാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ നയിക്കാൻ പോകുന്നത് എന്നത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അറിയാൻ കഴിയും. ഹരിപ്രിയ, ശ്രുതി. ശരി സുനിഷ, എന്തായാലും ശ്രീലേഖയാണോ BV രാജേഷാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുക എന്ന് ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കുമെന്നാണ് സുനിഷ പറയുന്നത്. തൃശൂരിലേക്ക് പോകാം. അവിടെയും മേയർ സ്ഥാനാർത്ഥി ആരെന്നതിൽ തീരുമാനമായിട്ടില്ല. 3 പേരുകൾ അടങ്ങിയ ലിസ്റ്റാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, ഈ 3 പേരുകളിൽ ആർക്കാണ് മുൻതൂക്കം? നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷൻ മേയറെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കരുതലോടെ മുന്നോട്ട് നീങ്ങാനായിരിക്കുമല്ലോ നേതൃത്വത്തിന്റെ തീരുമാനം. തീർച്ചയായും കരുതലോടെ തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിൽ 2 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ചെങ്കിലും 2 കോർപ്പറേഷനുകളിലെയും മേയർ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു വലിയ പ്രശ്നമുണ്ടായിരുന്നത്. അതിൽ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇന്നലെ തീരുമാനമാക്കി. പക്ഷേ ഇപ്പോഴും അതിർത്തി പുകയുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുന്നത്. 3 പേരുകൾ തന്നെയാണ് അന്തിമമായിട്ടുള്ള പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നിജി ജസ്റ്റിൻ, അവർ തൃശ്ശൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. സ്വാഭാവികമായിട്ടൊരു പൊതുപ്രവർത്തന രംഗത്ത് ഉൾപ്പെടെ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം അഭിപ്രായം പറയുന്നുണ്ട്. മുതിർന്ന അംഗങ്ങളായിട്ടുള്ള ലാലി ജെയിംസ്, അതോടൊപ്പം തന്നെ സുബി ബാബു എന്നിവരെയാണ് മറ്റു പേരുകളായിട്ട് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ KPCC അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് തൃശ്ശൂർ DCC നേതൃത്വവും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ പേരുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ പേരുകളിൽ ഉള്ളത് കൊണ്ടാണ് അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയിരിക്കുന്നത്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ ഭരണം UDF തിരിച്ചുപിടിച്ച സാഹചര്യത്തിൽ ഇനി മേയർ ആരെന്നുള്ള കാര്യത്തിൽ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് അണികളും എത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ആ നിലയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുൾപ്പെടെ മുന്നൊരുക്കം നടത്തേണ്ടതിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് പ്രഖ്യാപിക്കണം, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് അന്തിമമായിട്ടുള്ള മേയർ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന കാര്യത്തിൽ പ്രഖ്യാപനം വ്യക്തമാണ്. എന്തായാലും തൃശൂർ മേയർ ആരെന്നുള്ള കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. മുബഷീർ പി അക്ബർ വിവരങ്ങൾ നൽകിയത്.